അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഇനി ഒരു പുതിയ അക്ഷരം പഠിക്കാൻ പോവാണ്. നമ്മൾ ആ അക്ഷരത്തിലേക്ക് നേരത്തെ നമ്മൾ സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോ ഇന്ന് നിങ്ങൾ മല കണ്ടിട്ടുണ്ടോ? വലിയ മല കണ്ടിട്ടുണ്ടോ? ആരൊക്കെയാ കണ്ടത്? എല്ലാരും കണ്ടിട്ടുണ്ട്. എവിടെന്ന്? നിങ്ങളുടെ നാട്ടിലൊക്കെ മലയുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചെറിയ 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 മലകള്, ചെറിയ ചെറിയ അല്ലേ, അങ്ങനെ വലിയ വലിയ മലകൾ അല്ലേ. ആ ഒരു തരി ചെറുതരി പലതരി ചേർന്നാൽ ഒരു മല വലിയ മല. അവിടെ അപ്പൊ നമുക്ക് ഈ മലക്ക് എന്താണ് അറബിയിൽ പറയാ? ജബൽ. എന്താ പറയാ? ജബൽ. 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 കണ്ടോ? ജബൽ മല, ജബൽ മല, ജബൽ മല. എല്ലാരും പറയും ജബൽ മല. അപ്പൊ ഇന്ന് മലയെ കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് ഒന്ന് നോക്കാം അല്ലേ? റെഡിയല്ലേ? എല്ലാരും റെഡിയല്ലേ? എന്നാല് നിങ്ങൾ നോക്ക, പുസ്തകത്തിലും നോക്ക ചിത്രം. അല്ലോ, നിങ്ങളെ കൊണ്ട് കയറാൻ ഒക്കുവോ അത്ര ഉയരത്തില്? ആർക്കാ കഴിയാ കയറാന്? മാഷാ അല്ലാ. അപ്പൊ നമുക്ക് നോക്കട്ടോ. ശ്രദ്ധിച്ചു നോക്കണേ, ഞാൻ വായിക്കട്ടോ, നിങ്ങൾ കേട്ടോളൂ. ജബൽ, ജബൽ, ജബൽ മല. അടുത്തത് ജബലുൻ, 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 ജബലുൻ. അടുത്തതാ ജുബനുൻ, ജുബ്നുൻ, ജുബ്നുൻ. അടുത്തത് ജി, 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 ജിസ്, ജിസ്റുൻ, ജി, ജിസ്, ജിസ്റുൻ. ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോ നമ്മള് ജിസ്റുൻ അങ്ങനെ വായിക്കും, സ് എന്നാണ് വായിക്കും. പക്ഷെ നമ്മള് നല്ല കുട്ടികളാവുമ്പോ ജിസ്, ജിസ് റോൻ, ജിസ് റോൻ, ജിസ്റു എന്ന് പറയില്ല, ജിസ് റോൻ. അടുത്തത് അ ജ റോൻ, അജിറുൻ, അജിറുൻ, അജിറുൻ. അടുത്തത് ജ ജു ജി അജ്. അടുത്തത് ജ, അത് നമ്മൾ ചേർത്തി എഴുതുമ്പോ കൂട്ടി എഴുതുമ്പോഴുള്ള ജീമാണ് കേട്ടാ. ജ ജു ജി സജ്, സജ്. ജീമ, ജീമ. രണ്ടാമത്തെ ജീമിന് നമ്മൾ പെൻസിൽ കൊണ്ട് അതിന് മുകളിലൂടെ എഴുതി അതിൻ്റെ ഉള്ളിലൊക്കെ എഴുതിയിട്ട് ഭംഗിയാക്കി നമ്മൾ ജീമ് 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 എന്നിങ്ങനെ പറയും. ഒന്ന് നമുക്ക് ബോർഡിലേക്ക് നോക്കാം. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചില പാഠങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വെറുതെ ഒന്ന് നമ്മൾ ഈ അക്ഷരങ്ങൾ പറയൂ അല്ലേ. ആ ബ ത സ ജ ഹേ ഖ. أبتس جاحخ، أبتس جاحخ، أبتس جاحخ، أبتس جاحخ. ഇനി നോക്കുക, നമുക്കിതെല്ലാം അങ്ങ് മായ്ച്ചു കളയാം. എന്നിട്ട് ഈ അടിയിലുള്ള മാത്രം നോക്ക്. ജ ഹ ഖ, ജ ജ ജ. ഉള്ളിലൊരു പുള്ളിയിലെ ജ ജ. പുള്ളി ഒന്നുമില്ല, അപ്പൊ സുഖമായിട്ടങ്ങ് പോകും, കാറ്റങ്ങ് പോകും. ഹ കേട്ടോ, ആ പുള്ളി തെറിച്ചുപോയി, പുള്ളി ഇല്ല, അപ്പൊ ഹ. മുകളിൽ പുള്ളിയാണെങ്കിലോ ഹോ ഹോ ഹോ, ജ ഹേ ഹോ. ഈ മൂന്നക്ഷരങ്ങള് വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ എന്നാണ്. എന്നാലും നമ്മള് ഇതൊന്ന് ശ്രദ്ധിക്കാം. എന്തിനാണത്? അത് പിന്നീടുള്ള പാഠങ്ങള് എളുപ്പമാകാൻ വേണ്ടിയിട്ടാ. നോക്കൂട്ടോ, നമ്മൾ ഒരു പുള്ളി, ഒരൊറ്റ പുള്ളി, എന്നിട്ട് നമ്മളൊരു ജീം എടുക്കുകയാണ്. കണ്ടോ 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 കണ്ടോ? ജീമ്, ജീമ്, അലിഫ് ബ ത സ ജീം, ജീം. ഫത്തഹ കൊടുത്താലോ ജ ജ ജ ജ. ലമ്മ കൊടുത്താലോ ജു ജു ജു. കിസ്റ കൊടുത്താലോ ജി ജി ജി. സുക്കൂൻ കൊടുത്താലോ ജ ജ ജ. ഇനി നോക്കട്ടോ, ഇപ്പൊ എന്തായി? ജീമായി. എന്തായി? ജീം, ജീം,
ജീപ്. ഇനി ഇത് താഴോട്ട് വെച്ചാലോ, എന്നിട്ട് നമുക്ക് ഒരു ഫത്ഹ അങ്ങ് കൊടുത്താലോ, ഹ ഹ ഹ ഹ ഹ. ഇങ്ങനെ വെച്ചാലോ, ജ ജ ജ ജ ജ ജ. ഇതും കൊണ്ട് താഴ്ത്തിയാലോ, ഹ ഹ ഹ. ഇനി പുള്ളിയൊന്നും ഇല്ലാത്തടത്ത് വെച്ചാണ്ട് ഒരു ഫത്ഹ കൊടുത്താലോ, ഹെ ഹെ ഹെ. ഓക്കെ, അത് നമ്മള് എന്തിനാണിപ്പോ എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞെന്തിനാ? അത് നമ്മൾ കേട്ടു വെച്ചാൽ മതി, പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? ജീമ്. എന്താണ്? ജീമ്. ആണോ? ജീം ജീം ജീം. നോക്കാം എങ്ങനെയാണ് ജീം എഴുതുക. നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ കൊടുക്കും. ഇതാണ് ജീം. എന്നിട്ട് ഇവിടെ ഒരു പുള്ളി കൊടുത്ത് ജീം ജീം ജീം. ജ ജ ജ ജ ജ ജ ജ. ഉണ്ടോ? ജ ജ ജ. അപ്പോ ജബൽ ജബൽ. ജബൽ എഴുതുമ്പോൾ നമ്മൾ കൂട്ടിയല്ലേ എഴുതുക. കൂട്ടി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇപ്പൊ നമ്മള് ഇതിലങ്ങോട്ട് പോയത് ഇതിങ്ങനെ ഇങ്ങോട്ട് നിർത്തും. എങ്ങനെ? നമുക്ക് നോക്കാം. കൂട്ടി എഴുതുമ്പോ എങ്ങനെയാണ് ജബൽ എഴുതുക? നോക്കാം. ജ ബ ജബൽ ജബൽ ജബൽ. ഇപ്പോഴോ ജബലു. ഇപ്പോഴോ ജബലുൻ ജബലുൻ ജബലുൻ. എന്താ ജബലുൻ? മല. ജബൽ മല ജബൽ മല. അപ്പൊ നമുക്ക് ആ പാടൊന്നും കൂടി നോക്കാം. ജബൽ മല ജബൽ മല. ഇനി ഒന്നാമത്തെ നോക്ക്. ജബലുൻ ജബലുൻ ജബലുൻ. അടുത്തത് ജു ജു. കണ്ടോ? ഈ ജീമെന്ത് എങ്ങനെ എഴുതിയിട്ട് കൂട്ടി എഴുതാൻ വേണ്ടിയിട്ടാണ് ജീമ അങ്ങനെ ഇട്ടത് കേട്ടോ. ജു ബ് നുൻ ജുബ്നുൻ. ജി ജി ജിസ് ജിസ്റുൻ ജിസ്റുൻ. അജ്റുൻ അജ്റുൻ. ജ ജു ജി അജ്. ഇനി കൂട്ടി എഴുതുമ്പോഴുള്ള ചേർത്തി എഴുതുമ്പോഴുള്ള ജീമുട്ടാ. ജ ജു ജി ഫെജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലെ, 3 പുള്ളിയുള്ള ഫെജ്. ജീമ് ജീമ്. അപ്പൊ ജബൽ ജബൽ. ഒരക്ഷരം കൂടി നമുക്ക് ഒന്ന് കാണാം. ഏതാണ്? ഈ അവസാനമുള്ള ലാമ്. ഒന്ന് കണ്ടുവെക്കാം. പിന്നീട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ അത് നമ്മൾ വേറെ പാഠത്തിൽ പഠിക്കും. എന്നാലും നമ്മൾ അതൊന്ന് കണ്ടുവെക്കാം. ലാമാണ് ഇത് കേട്ടാ. ലാമ്. ലാ ലോ ലി ല ലു ലി. അതാണ് ഇവിടെ ലുൻ ലുൻ ലുൻ. ജ ബ ബ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലു ലുൻ. ജബലുൻ ജബലുൻ ജബലുൻ. അപ്പോ ഈ പാഠം നമ്മള് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങള് ജി എന്നത് നോട്ട് ബുക്കിൽ നന്നായിട്ട് മനോഹരമായിട്ട് എഴുതണം. എഴുതൂലേ? ഈ 2 ജീവും നമുക്ക് എഴുതാം. ജാജൂജി ജാജൂജി. ചേർത്തി എഴുതുമ്പോഴുള്ളതും എഴുതണം, രണ്ടാമത്തതും എഴുതണം. നല്ല കുട്ടികളാണ്, ഉഷാറാക്കണം. അപ്പോ ജബൽ നമ്മൾ പഠിച്ചു എന്ന് നമ്മൾ അതിന്റെ പിന്നെ നിങ്ങൾ ഇന്നലെ എഴുതിയില്ലേ? എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് എന്താക്കാം? അതിന്റെ വർക്കുകൾ ചെയ്യാം. നോക്കാം. നഖറ വായിക്കാം. ഒന്നെന്താണ്? ശ്രദ്ധിച്ചു നോക്ക്. നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമത് ഏതാ? ഒന്ന് ജി ജി. കേട്ടോ? ജി
അടുത്തത് ബ ബ ബ അടുത്ത് തുൻ ജിബ്തുൻ 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 അടുത്തതോ ജി എ എ തു തുന്നില്ല തു ഉണ്ടോ ജി തു ജി തു അവിടെ ജി എന്ന് പറയില്ല ജി തു ജി തു അടുത്തതെന്താ ത ജി ബു തെജിബു 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 അടുത്തതോ ഉ ജി ബ തു ഉജിബുതു ഉജിബുതു അടുത്ത നക്തുബു നമുക്ക് എഴുതാം എന്തെഴുതാം അജബതു 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 എന്ന് നമുക്ക് 3 പ്രാവശ്യം എഴുതാം അടുത്ത് തെജിബു തെജിബു അടുത്തത് എന്താണത് ആന്നല്ല ആ ജ ജ ആജജ 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 അടുത്തത് താജുൻ താജുൻ ഇത് നമുക്ക് എഴുതാം അടുത്ത നക്തശിഫു മിനൽ ഖുർആനി ഖുർആനിൽ നമുക്ക് കണ്ടെത്താം എന്ത് നക്തശിഫു ജീം മിനൽ ഖുർആനി ജീം കണ്ടെത്താം നോക്കാം സതജിദൂന സതജിദൂന അതിൽ ജി ഉണ്ടോ ഉണ്ടല്ലേ മൂന്നാമത്തേത് അടുത്തത് ഫവജദ്നാഹ ഫവജദ്നാഹ വജ ഫവജ ജ ജ അടുത്തത് അജിറുൻ കരീം അജിറുൻ കരീം അജ് 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 അടുത്ത് വ ഇന്ന ജുംദന ജു 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 നിങ്ങൾ കണ്ടോ അടുത്ത നഖ്റവിനൽ ഖുർആനി ഖുർആനിൽ നിന്ന് ഓതാം നിങ്ങൾക്ക് ഓതാൻ കിട്ടും നിങ്ങൾ നല്ല ഉഷാറായിട്ടുണ്ട് എന്താണത് ആദ്യത്തെ അക്ഷരം എന്താ ജി ജി അടുത്തെന്താ അടുത്ത് ത അപ്പൊ കൂട്ടി എങ്ങനെ ഓതുക ജി ത ജി ത ജി ത അടുത്തെന്താ ആ ബാ ഇ നീട്ടാനാണ് അതിന്റെ മുകളിൽ കണ്ടോ മദ് കണ്ടോ അബഇ അടുത്ത് തൂബൂ തൂബൂ അപ്പം ജിത അബ തൂബൂ ഇതാണ് ഇതിന്റെ തെദ്രീബാത്ത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അജബ്തു എന്ന ഈ ലക്തൂബിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി എഴുതണം അപ്പൊ എല്ലാവരും എഴുതല്ലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി